എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ വരാൻ പോകുന്ന ചില വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. സംഭവബഹുലമായ മുഹൂർത്തങ്ങളാണ് കേട്ടോ നമ്മുടെ പ്രിയ പരമ്പരയിൽ കാത്തിരിക്കുന്നത്. നമ്മുടെ അനുശ്രീ കൃഷ്ണമംഗലത്തിന്റെ അടിവേരിളക്കുന്ന പ്രവൃത്തികളാണ് ചെയ്യാനായിട്ട് പോകുന്നത്. തൻ്റെ മീനാക്ഷിയടത്തിയെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയ അലോകിനും അച്യുതനും 8ന്റെ പണി തന്നെയാണ് കൊടുക്കുന്നത്. അതുമാത്രമല്ല, തൻ്റെ ജീവിതം ഈ രീതിയിൽ കുട്ടിച്ചോറാക്കിയ അലോകിന് ഇനി ഇതിലും വലിയ പണികളൊന്നും കിട്ടാനില്ല. അത്തരത്തിലുള്ള പ്രവൃത്തികളാണ് നമ്മുടെ അനുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കൃഷ്ണമംഗലത്ത് ഒരു പ്രോപ്പർട്ടി മേടിച്ചതിൻ്റെ ആവശ്യത്തിനായി അലോകും അച്യുതനും കൂടി കാശൊക്കെ എണ്ണി തിട്ടപ്പെടുത്തി ഒരു ബാഗിലേക്ക് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അലോക് അച്യുതനോട് ചോദിക്കും, അല്ലച്ചാ, ഇന്നലെ കൊടുക്കണമെന്ന് പറഞ്ഞ കാശല്ലേ, ഇന്നിപ്പം ഒരു ദിവസം വൈകിയതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ? വെല്ലിച്ചനും ഇന്നലെ കൊടുക്കണമെന്നല്ലേ അച്ഛനോട് പറഞ്ഞത്? അതേടാ, പക്ഷെ അത് സാരമില്ല, ഏട്ടൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ പ്രോപ്പർട്ടിയുടെ ഓണറോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. അയാൾ പറഞ്ഞത് ഈ കാശ് കൊണ്ടുപോയി അയാൾക്ക് ഇന്നായിരുന്നാലും കൊടുത്താൽ മതിയെന്നാ. അപ്പം എന്താ അച്ഛൻ ചെയ്യാൻ പോകുന്നത്? ഈ കാശുമായിട്ട് രജിസ്റ്റർ ഓഫീസിലേക്ക് ചെല്ലാൻ പോവാണോ എന്ന് ചോദിക്കുക. എടാ മണ്ട, നീ എന്തൊരു വർത്താനോ ഈ പറയുന്നത്? ഇത്രയും വലിയ തുകയായിട്ട് എനിക്ക് രജിസ്റ്റർ ഓഫീസിലേക്ക് ചെല്ലാൻ പറ്റുമോ? അവിടുത്തെ കാര്യങ്ങളൊക്കെ ഏട്ടൻ റെഡിയാക്കിയിട്ടുണ്ട്. ഞാനേ ആ പ്രോപ്പർട്ടി ഓണറുടെ വീട്ടിലേക്കാണ് ഈ കാശ് കൊണ്ട് കൊടുക്കാനായിട്ട് പോകുന്നത് എന്ന് പറയാണ്. ദേ, നീ ഒരു കാര്യം ചെയ്യും, നേരെ രജിസ്റ്റർ ഓഫീസിലേക്ക് പൊയ്ക്കോ, വെല്ലിച്ചിൻ്റെ അടുത്തേക്ക് എന്ന് അലോകിനോട് പറയുകയാണേ. അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കുറച്ച് ഉദ്യോഗസ്ഥർ അങ്ങോട്ട് കയറി വരുന്നത്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ആൾക്കാരാട്ടോ കയറി വരുന്നത്. അവരെ കാണുമ്പം അലോകും അച്യുതനും എഴുന്നേറ്റ് നിൽക്കുക. അല്ല, നിങ്ങളെന്താ ഇങ്ങനെ വീട്ടിലേക്ക് ഇടിച്ചു കയറി വരുന്നത് എന്ന് അലോക് അപ്പം ചോദിക്കുക. ഞങ്ങൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാ ഈ വീട് റെയ്ഡ് ചെയ്യാൻ ഉത്തരവായിട്ടുണ്ട് എന്ന് പറയാം. അത് കേൾക്കുന്ന അച്യുതനും അലോകും ഞെട്ടിത്തെറിച്ച് നിൽക്കുക. ഏയ്, നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടായതാകും. ഇവിടെ ഇല്ലീഗലായിട്ട് ഒരു പ്രവൃത്തി നടക്കുന്നില്ല, അല്ലെങ്കിൽ തന്നെ കൃഷ്ണമംഗലത്ത് റെയ്ഡ് നടത്തേണ്ട എന്ത് കാര്യം ഉള്ളത് എന്ന് പറയാം. അപ്പം അലോകും പറയും, അതെ, ഞങ്ങൾ നിയമവിരുദ്ധമായിട്ട് ഇന്നേ വരെയും ഒരു പ്രവൃത്തി പോലും ചെയ്തിട്ടില്ല. ഇൻകം ടാക്സ് റെയ്ഡ് നടത്താൻ എന്ത് തെളിവാണ് ഞങ്ങൾക്കെതിരായിട്ടുള്ളത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. തെളിവുകളൊക്കെ ഞങ്ങൾ വിശദമായിട്ട് പറഞ്ഞു തരാം. ഇവിടെ ഇല്ലീഗലായിട്ട് പണം വെക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കൊരു അറിവ് കിട്ടി. അപ്പം അച്യുതൻ ചോദിക്കും, ഇല്ലീഗലായിട്ട് പണമോ? ഞങ്ങൾ ലീഗലായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാറുള്ളൂ, ടാക്സും കറക്റ്റായിട്ട് അടയ്ക്കുന്നതാ എന്ന് അച്യുതൻ പറയാണ്. അതൊക്കെ നിങ്ങൾക്ക് പിന്നീട് പറയാൻ അവസരം തരാം. അപ്പോൾ അച്യുതൻ ചോദിക്കും, അല്ല, റെയ്ഡിന്നൊക്കെയുള്ള ഉത്തരവ് കയ്യിലുണ്ടായിട്ടാണോ നിങ്ങൾ ഇത്ര വീരവാദം മുഴക്കുന്നത് എന്ന് ചോദിക്കാം. വെറുതെ ഒരു വീട്ടിൽ, അത് നിങ്ങളുടെ പോലുള്ള പേര് കേട്ട ഒരു തറവാട്ടിൽ കയറി വരാൻ ഞങ്ങൾക്ക് സാധിക്കുമോ? അതിനുള്ള ഉത്തരവൊക്കെ കിട്ടി, പേപ്പേഴ്സൊക്കെ ഇതാ എന്നും പറഞ്ഞ് റെയ്ഡിനുള്ള ഓർഡർ അച്യുതൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ബഹളങ്ങളെല്ലാം കേട്ടുകൊണ്ട് ഇന്ദിരാമയും നന്ദിനിയും രാജശ്രീയും ഒക്കെ ഇറങ്ങി വരിക. അച്ചുവേട്ടാ, എന്താ ഇവരൊരു ബഹളം? ആരാ ഇവരൊക്കെ എന്ന് ചോദിക്കാം. അപ്പം അലോക് പറയും, അത് ഇവർ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അമ്മേ നമ്മുടെ വീട് റെയ്ഡ് ചെയ്യാൻ ഓർഡർ ആയിട്ടുണ്ടെന്ന്. വീട് റെയ്ഡ് ചെയ്യുകയോ? എന്തൊക്കെയായി കേൾക്കുന്നത് എന്ന് പറയാം. അപ്പം ഇന്ദിരാമ്മയ്ക്ക് മനസ്സിലാകാനായിട്ട് നന്ദിനി പറയും, അത് നമ്മുടെ വീട് പരിശോധിക്കണമെന്ന് ഇവർക്ക്, നമ്മൾ എന്തെങ്കിലും നിയമവിരുദ്ധമായിട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് കണ്ടെത്താനായിട്ട് അമ്മേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്താ ഇവിടെ നടക്കുന്നത്? അതിന് നമ്മൾ നിയമവിരുദ്ധമായിട്ട് ഒരു പ്രവൃത്തികളും ചെയ്യാറില്ലല്ലോ. അച്യുത, എന്താ ഇത് എന്ന് ചോദിക്കുക. അമ്മ സമാധാനപ്പെടുക, ഒരു പ്രശ്നവുമില്ല. അല്ല, അനന്തൻ എവിടെ എന്ന് ഇന്ദിരാമ്മ ചോദിക്കുക. ഏട്ടൻ പുറത്തു വരെ പോയിരിക്കുക. അമ്മ എന്തിനാ സങ്കടപ്പെടുന്നത്? ഞാനില്ലേ ഇവിടെ എന്ന് പറഞ്ഞ് ഇന്ദിരാമ്മയെ അച്യുതൻ സമാധാനിപ്പിക്കുകയാണ് കേട്ടോ. അതേസമയം ഇൻകം ടാക്സ് ഓഫീസേഴ്സ് എല്ലാം കൃഷ്ണമംഗലത്ത് എല്ലാ റൂമുകളും റെയ്ഡ് ചെയ്യണേ. അപ്പം അലോക് ചോദിക്കും, ഇത് പ്രശ്നമാവോ അച്ഛ എന്ന് ചോദിക്കുക. നീ സമാധാനപ്പെടടാ എന്ന് അച്യുതൻ പറയാം. നമുക്ക് എന്തെങ്കിലും പറഞ്ഞ് ഈ ഓഫീസേഴ്സിനെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരാം എന്ന് പറയാൻ കേട്ടോ. സമയം കൃഷ്ണമംഗലത്തേക്ക് ഇൻകം ടാക്സ് ഓഫീസേഴ്സിന്റെ വണ്ടിയൊക്കെ വരുന്ന കണ്ട മീനാക്ഷി ദേവമംഗലത്ത് നിന്ന് ഇതൊക്കെ ശ്രദ്ധിക്കാൻ കേട്ടോ. ഇതെന്താ ഇവിടെ സംഭവം? റെയ്ഡാണോ? ഒരു കാര്യമില്ലാതെ ഇത്രയും നാളും ഇങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ലല്ലോ. അവർ ഇതിനു മുൻപും ഇല്ലീഗലായിട്ട് പല പ്രവൃത്തികളും ചെയ്യുന്നതാ. ഇതിനു മുൻപ് റെയ്ഡ് ചെയ്യാനായിട്ടുള്ള ഒരവസരവും കൃഷ്ണമംഗലത്ത് ഇവരുണ്ടാക്കിയിട്ടുമില്ല. ഇതിൻ്റെ പിന്നിൽ എന്തോ ഉണ്ട്. ഇനി അനുശ്രീ പണി കൊടുത്തതാണോ ഇത്? എന്തായാലും നന്നായി, എന്നെ ചെയ്യാത്ത തെറ്റതിൻ്റെ പേരിൽ പോലീസ് സ്റ്റേഷനിൽ കയറ്റി ഒരു കുറ്റവാളിയാക്കി നിർത്തിയതാണല്ലോ അച്യുതനും അലോകും എല്ലാവരും കൂടി ചേർന്ന്. അവർക്കും അതിനുള്ള പണി തന്നെ അനുശ്രീ കൊടുത്തു. അതെനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. എല്ലാവരുടെ മുന്നിൽ അപമാനിക്കപ്പെട്ട് തെറ്റുകാരായിട്ട് നിൽക്കേണ്ട വേദന അവരും കൂടി ഒന്ന് അനുഭവിക്കട്ടെ എന്ന് പറയാൻ കേട്ടോ. സമയം ഗോമതി മീനാക്ഷിയുടെ അടുത്തേക്ക് ചെല്ലുക. അവള് കൃഷ്ണമംഗലത്തേക്ക് നോക്കി നിൽക്കുന്ന കാണുമ്പോൾ ദേഷ്യത്തോടെ ചോദിക്കും, നീ എന്താ അവിടെ നോക്കുന്നത്? ഓ, അനുവിനെ നോക്കുമായിരിക്കും അല്ലേ? അല്ലേലും ഏടത്തിമാർക്ക് അവളോട് ഇച്ചിരി സ്നേഹ കൂടുതലുണ്ടെന്ന് എനിക്കറിയാം. അവളുടെ എന്തേലും കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തേക്ക് നീ വന്നേക്കരുത് മീനു എന്ന് പറയാ. ഏയ്, ഇതൊന്നും അല്ലമ്മേ എന്ന് പറയാൻ കേട്ടോ. അപ്പം മിത്രയും അങ്ങോട്ട് വരിക. എന്ത് അല്ലെന്ന്? മിത്ര മീനു, നിങ്ങളോട് രണ്ടുപേരോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ അനിയത്തിയോട് സ്നേഹമൊക്കെ ഉണ്ടാവും, പക്ഷേ അവള് എന്നോടും എൻ്റെ ബാലേട്ടനോടും ചെയ്ത തെറ്റ് ഒരിക്കലും
ഞാൻ പൊറുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവളുടെ ഭാഗം ന്യായീകരിച്ചുകൊണ്ട് രണ്ടുപേരും എൻ്റെ അടുത്തേക്ക് വരരുത് എന്ന് പറയാണേ. അപ്പം മിത്ര ചോദിക്കും, എന്താ മീനു ചേച്ചി, അപ്പച്ചി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ എന്ന് ചോദിക്കുക. അല്ല ചേച്ചി എന്താ കൃഷ്ണമംഗലത്തേക്ക് നോക്കി നിന്നേ? അത് അമ്മ പറയുന്നത് പോലൊന്നും അല്ല, അവിടെ എന്തോ പ്രശ്നമുണ്ട് എന്ന് പറയണേ. അത് കേൾക്കുമ്പോൾ ഗോമതിക്ക് പെട്ടെന്ന് ഞെട്ടിത്തെറിച്ച് നിൽക്കുക. പ്രശ്നമോ? നീ എന്താ മീനു പറയുന്നേ? അവിടുന്ന് ആരെങ്കിലും അടിയോ ബഹളോ ഉണ്ടാക്കുന്ന ശബ്ദം കേട്ടോ? അനുവിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഗോമതിയുടെ ഉള്ളിലെ സ്നേഹം പുറത്തേക്ക് അറിയാതെ തന്നെ വരിക. ഇതൊന്നും അല്ലമ്മേ, വേറെയാ എന്ന് പറയണേ. വേറെ എന്ത് പ്രശ്നം? നീ എന്താണെന്ന് വെച്ചാൽ തെളിച്ചു പറ എന്ന് പറയാ. അത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരൊക്കെ കൃഷ്ണമംഗലത്തേക്ക് കയറി പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നേ എന്തോ റെയ്ഡോ മറ്റോ അവിടെ നടക്കുന്നേ എന്ന് പറയാ. ഈശ്വര, റെയ്ഡോ? കൃഷ്ണമംഗലത്ത്? ഒരിക്കലും ഏട്ടന്മാര് അതിന് നിയമം വിരുദ്ധമായിട്ട് ഒരു പ്രവൃത്തിയും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അച്ചുവേട്ടൻ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ കൂട്ടാക്കിയാൽ തന്നെ അനന്തേട്ടൻ അതിന് സമ്മതിച്ചു കൊടുക്കുന്ന ആളൊന്നും അല്ല എന്ന് പറയാം. അത് കേൾക്കുമ്പോൾ മിത്രയും പറയും, അതെ, എൻ്റെ അച്ഛൻ അങ്ങനെയുള്ള തെറ്റുകളൊന്നും ഒരിക്കലും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനിപ്പം അനുവിനെ ഏതെല്ലാം രീതിയിൽ ബാധിച്ചാലോ എന്നുള്ളൊരു ടെൻഷൻ ഗോമതിയുടെ മനസ്സിലേക്ക് വരികയാണ് കേട്ടോ. അപ്പം മീനു പറയും, അമ്മ ഒന്നും ഓർത്തും ടെൻഷൻ ആവണ്ട, അവിടെ എന്തെങ്കിലും നടക്കട്ടെ, അതൊന്നും നമ്മുടെ അനുവിനെ ബാധിക്കാൻ പോകുന്നില്ല. അവൾക്ക് താങ്ങും തണലുമായിട്ട് അവൾക്ക് ചുറ്റും ഇവിടെ തൊട്ടടുത്ത് തന്നെ നമ്മളെല്ലാവരും ഉണ്ട്. അവളെ പറ്റി ഓർത്ത് എനിക്കതിന് ടെൻഷനുണ്ടെന്ന് നിന്നോട് ആരാ പറഞ്ഞത് എന്ന് അപ്പം ഗോമതി മീനിനോട് ചോദിക്കേ. അപ്പം മിത്ര പറയും, അപ്പച്ചിയുടെ മുഖം കണ്ടാലേ അറിയാം അപ്പച്ചിക്ക് അനുവിനെ ഓർത്ത് നല്ല ടെൻഷനുണ്ടെന്ന്. ഞങ്ങളുടെ മുന്നിൽ വെറുതെ ദേഷ്യം അഭിനയിക്കൊന്നും വേണ്ട എന്ന് പറയാൻ കേട്ടോ. പക്ഷേ അവിടെ റെയ്ഡ് നടക്കുന്നു എന്ന് കേട്ടപ്പം ഗോമതിയെ പോലെ തന്നെ നമ്മുടെ മിത്രയ്ക്കും സങ്കടം ഉണ്ടാവുന്നുണ്ട്. മീനാക്ഷി പക്ഷേ അവർക്കത് തന്നെ വേണം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ഇതേ സമയം കൃഷ്ണമംഗലത്ത് ഉദ്യോഗസ്ഥരുടെ എല്ലാ റൂമുകളും കയറി ഇറങ്ങി ഫയലുകളും പൈസയും ഒക്കെ സീസ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പം കുറേ അധികം പണവുമായിട്ട് അങ്ങോട്ട് വരുന്ന അവരെ കാണുമ്പോഴത്തേക്കും നമ്മുടെ അനുശ്രീയും അവിടെ നിൽപ്പുണ്ട്. അവൾ ഞെട്ടിത്തെറിച്ച് നിൽക്കുക. ഇത്രയധികം കാശ് ഇവരിവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നോ എന്നുള്ള രീതിയിൽ. അപ്പം ഈ പൈസയെല്ലാം അനധികൃതമായി നിങ്ങൾ വെച്ചിരിക്കുന്നതല്ലേ എന്ന് ഉദ്യോഗസ്ഥർ ചോദിക്കുക. അപ്പോഴത്തേക്കും അത് കേൾക്കുന്ന അച്യുതൻ പറയും, നിങ്ങൾ എന്താ അസംബന്ധം ഈ പറയുന്നത്? ഞങ്ങൾ അനധികൃതമായി ചെയ്ത് വെച്ചിരിക്കുന്ന കാശോ? ഇത് ഞങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ കാശാ. അല്ല, ഇത്രയും തുക വീട്ടിലെന്തിനാ ഇങ്ങനെ വെക്കുന്നത്? അതിൻ്റെ ആവശ്യം എന്താ നിങ്ങൾക്കുള്ളത്? സാർ, ഞങ്ങളൊരു മില്ല് നടത്തുന്നവരാ. അങ്ങനെയുള്ളപ്പം കാശ് പണിക്കാർക്ക് എല്ലാ ദിവസവും വൈകിട്ട് കൂലിയായിട്ട് കൊടുക്കണം. അത് കാശായിട്ട് തന്നെ കൊടുക്കണം. അതുകൊണ്ടാണ് ഇത്രയേറെ തുക എടുത്ത് വീട്ടിൽ സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് പറയാം. അപ്പോൾ ആ ഫയലുകളൊക്കെ പരിശോധിച്ചതിന് ശേഷം ഉദ്യോഗസ്ഥർ ചോദിക്കും, അല്ല, ഈ 2 മാസത്തിനിടയിൽ 7 എടുത്താണ് നിങ്ങൾ സ്ഥലം മേടിച്ചിട്ടിരിക്കുന്നത്, ഇതിനൊക്കെയുള്ള സോഴ്സ് എന്താ എന്ന് ചോദിക്കുക. സാർ, ഇത് എന്ത് വർത്തമാനമാണ് പറയുന്നത്? പാരമ്പര്യമായി തന്നെ നല്ല ആസ്തിയുള്ളവരാ ഞങ്ങൾ കൃഷ്ണമംഗലത്തുകാർ. ഞങ്ങളുടെ അച്ഛനപ്പൂപ്പന്മാരായിട്ട് തന്നെ ഒരുപാട് സ്വത്ത് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. പിന്നീട് അതുകൂടാതെ ഞാനും എൻ്റെ ഏട്ടനും കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് മില്ലും സ്ഥലവും ഒക്കെ ഉണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഞങ്ങൾ ഓരോ സ്ഥലങ്ങളും മേടിച്ചിരുന്നത്. പിന്നെ പൈസ കുറച്ച് ആ പ്രോപ്പർട്ടികളൊക്കെ ഞങ്ങൾക്ക് കിട്ടിയപ്പം കളയാൻ തോന്നിയില്ല എന്ന് പറയാം. ഓഹോ, ഹൈവേയുടെ തൊട്ടടുത്ത് തന്നെ നിങ്ങൾ ഇത്രയും പ്രോപ്പർട്ടികൾ മേടിച്ചിട്ടിരിക്കുന്നത്, അതും കാശ് കുറച്ച് കിട്ടിയതാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ മാത്രം പൊട്ടന്മാരല്ല ഞങ്ങൾ. ഇതിനൊക്കെ കറക്റ്റായിട്ട് ടാക്സ് നിങ്ങൾ അടച്ചിട്ടില്ല എന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ടുമുണ്ട് എന്ന് പറയാം. ഇല്ല സാർ, ഞങ്ങൾ ടാക്സ് ഒക്കെ കറക്റ്റായി അടയ്ക്കുന്നതാ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഇന്ദിരാമ്മ നന്ദിനിയുടെ അടുത്ത് നിന്ന് ചോദിക്കും, ഇവരെന്താ മോളെ ഈ പറയുന്നത്? അതമ്മേ, ഇവർ നികുതി കറക്റ്റായിട്ട് അടച്ചിട്ടില്ലെന്നാണ് ഈ ഉദ്യോഗസ്ഥർ പറയുന്നത്. നികുതി അടയ്ക്കാതിരിക്കേ? അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടാവില്ല, എല്ലാം കൃത്യമായിട്ട് അനന്തം ചെയ്യാറുള്ളതാ എന്ന് ഇന്ദിരാമ്മയും പറയാണേ. അത് കേൾക്കുമ്പോഴത്തേക്കും അലോക് പറയും, സാറിനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നതാ, ഞങ്ങളെല്ലാം കൃത്യമായിട്ട് അടയ്ക്കാറുണ്ട്. നിങ്ങൾ നികുതി അടയ്ക്കാറുണ്ട്, പക്ഷേ നിങ്ങളുടെ സമ്പത്തിന് അനുസൃതമായിട്ടുള്ള നികുതിയൊന്നും അല്ല നിങ്ങൾ അടച്ചിരിക്കുന്നത്. ഒരുപാട് വെട്ടിക്കുകയും തട്ടിക്കുകയും ഒക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങളൊക്കെ മണ്ടന്മാരാണെന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത് എന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് പിടിച്ചെടുത്ത കാശുകളെല്ലാം ഒരു പെട്ടിയിലൊക്കെ ആക്കി അവരെവിടുന്ന് പോകാൻ ശ്രമിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അലോക് വന്ന് വച്ചിട്ട് ചോദിക്കും, അല്ല സാർ, കാശെടുക്കുന്നത് പോട്ടെ, ഇതെന്താ ഞങ്ങളുടെ ഫയലുകളെല്ലാം എടുത്തുകൊണ്ട് പോകുന്നത് എന്ന് ചോദിക്കാം. ഞങ്ങൾക്കിതൊക്കെ വിശദമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട് ഈ ഫർദർ നടപടികൾക്കായിട്ട്. അതുകൊണ്ട് ഞങ്ങളിത് ഓഫീസിലേക്ക് കൊണ്ടുപോകുവാന്ന് പറയാൻ കേട്ടോ. അത് കേൾക്കുമ്പം അച്യുതനും അലോകും ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് അലോകിൻ്റെയും അച്യുതൻ്റെയും കയ്യിലിരിക്കുന്ന ആ പെട്ടി അവരുടെ കണ്ണിൽ പെടുന്നത്. ഇതെന്താ എന്ന് ചോദിച്ച് അതും ഓഫീസേഴ്സ് തുറന്നു നോക്കുക. ഓഹോ,
അപ്പോൾ ഇതും ക്യാഷ് ആണല്ലേ? ഇത്രയധികം ക്യാഷ് നിങ്ങൾ കയ്യിൽ കരുതേണ്ട എന്താവശ്യമാണ് നിങ്ങൾക്കുള്ളത്? അത് സാർ, ഞങ്ങൾക്ക് ഇന്നൊരു പ്രോപ്പർട്ടിയുടെ രജിസ്ട്രേഷൻ ഉണ്ട്, അതിനായിട്ടുള്ള കാശ എന്ന് അലോക് ഇപ്പം പറയൂട്ടോ. അത് കേൾക്കുമ്പം അച്യുതൻ പല്ല് കടിച്ച് അവനെ നോക്കും. ഇവൻ എന്തൊക്കെയാണ് ഈ വിളിച്ച് പറയുന്നത് എന്നുള്ള രീതിയിൽ. ഇതേ സമയം ആ കാശും അതുപോലെ ഫയലുകളും റൂമുകളിൽ നിന്ന് കിട്ടിയ കാശും എല്ലാമായിട്ട് ഇൻകം ടാക്സ് ഓഫീസേഴ്സ് അവിടെ നിന്ന് അങ്ങോട്ട് പോവാം. അലോകും അച്യുതനും തലയ്ക്ക് താങ്ങി സെറ്റിയിലേക്ക് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ദിരാമ അടുത്ത് വന്നിട്ട് ചോദിക്കും, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്, എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കാൻ കേട്ടോ. അമ്മ ഒന്ന് സമാധാനപ്പെട്, ഇതാരോ നമ്മളെ ഒറ്റിയതാ, ഇത് വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. നമ്മുടെ കുടുംബത്തിൽ കയറി കളിച്ചത് ആരാണേലും അവരെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറയാൻ കേട്ടോ. ഇതേ സമയം നമ്മുടെ അനുശ്രീ ഇതെല്ലാം കണ്ടും കേട്ടും വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് നിൽക്കുന്നത്. എൻ്റെ കുടുംബത്തിലുള്ള ഓരോരുത്തരെയും വേദനിപ്പിച്ചപ്പം നിങ്ങൾക്ക് വേദന ഉണ്ടായില്ലല്ലോ, ഇപ്പൊ കിടന്ന് അനുഭവിക്കുക എന്ന് അനുശ്രീ മനസ്സിൽ പറയാണേ. ഇതേ സമയം കുറേ സമയമായിട്ടും രജിസ്റ്റർ ഓഫീസിലേക്ക് ഇവരെ രണ്ടുപേരും കാണാത്തത് കൊണ്ട് അനന്ത വിളിക്കുകയാണ് കേട്ടോ. അപ്പം അലോകാണ് ഫോൺ എടുക്കുന്നത്. വെല്ലിച്ച, നിങ്ങളെന്താ രജിസ്റ്റർ ഓഫീസിലേക്ക് വരാതിരുന്നത്? അതുമാത്രമല്ല ഇവിടെ മുഴുവൻ പ്രശ്നമാണ് എന്ന് അനന്തം പറയാ. എന്താ വെല്ലിച്ച, എന്താ കാര്യം? ദേ വെല്ലിച്ച, ഇവിടെയും പ്രശ്നമാണ്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഓഫീസേഴ്സ് വന്ന് നമ്മുടെ പൈസയും ഫയലുകളും എല്ലാം അവർ റെയ്ഡ് ചെയ്ത് കൊണ്ടുപോയി എന്ന് പറയാം. അത് കേൾക്കുന്ന അനന്തൻ ഞെട്ടിത്തെറിച്ച് നിൽക്കുക. നീ എന്താ ലോക ഈ പറയുന്നത്? നമ്മുടെ മില്ലിലും ഒക്കെ അത് റെയ്ഡ് നടന്നു, എല്ലായിടത്തും ഇത് തന്നെയാണോ അവസ്ഥ എന്ന് പറയാം. അതിനർത്ഥം ഇതൊക്കെ എന്താ വെല്ലിച്ച, അറിഞ്ഞ ആരോ നമ്മളെ ഒറ്റിയത് തന്നെയാ എന്ന് അലോക് പറയാം. നിങ്ങൾ സമാധാനപ്പെടുക, ഞാൻ ഇപ്പം തന്നെ അങ്ങോട്ട് വരാം എന്ന് അനന്തം പറയാണ് കേട്ടോ. അപ്പം അച്യുതൻ എഴുന്നേറ്റ് അലോകിൻ്റെ അടുത്തേക്ക് ചെല്ല. എന്താ ഏട്ടൻ പറഞ്ഞത്? നീ എന്താ ഞെട്ടി നിന്നത് എന്ന് ചോദിക്കുക. അച്ഛാ, നമുക്കിട്ട് ആരോ അറിഞ്ഞുകൊണ്ട് പണി തന്നത് തന്നെയാ, നമ്മുടെ മില്ലിലൊക്കെ റെയ്ഡ് നടന്നെന്നാ വെല്ലിച്ചൻ പറഞ്ഞത്. വെല്ലിച്ചൻ ഇങ്ങോട്ട് വരാനായിട്ട് നിൽക്കുക. അതോട് കേട്ട് കഴിയുമ്പോഴത്തേക്കും അച്യുതൻ തല താങ്ങി അവിടെ ഇരുന്നു പോവാം. എന്തൊക്കെ ദുരന്തങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് പറയാം. അപ്പം അനന്തൻ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് എത്തിച്ചേരുകയാണ് കേട്ടോ. എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് വെല്ലിച്ച? നമ്മൾ മേടിച്ച പ്രോപ്പർട്ടിയുടെ കാര്യങ്ങളൊക്കെ അവർ കണ്ടെത്തി. അതുമാത്രമല്ല, നമ്മുടെ വീട്ടിലിരുന്ന സകല കാശും അവരെടുത്തുകൊണ്ട് പോയി. ഞങ്ങൾ രജിസ്റ്റർ ഓഫീസിലേക്ക് ഇറങ്ങാൻ തുടങ്ങായിരുന്നു, അവിടെ കൊടുക്കേണ്ട കാശ് പോലും അവരെ പിടിച്ചു വലിച്ചുകൊണ്ട് പോയി വെല്ലിച്ച എന്ന് പറയാണ്. പെട്ടെന്ന് അനുശ്രീ അവിടെ നിൽക്കുന്നത് അച്യുതൻ്റെ ശ്രദ്ധയിൽപ്പെടുവാണേ. അപ്പം അനുശ്രീ പറയും, വന്ന് കയറുന്ന പെണ്ണുങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും ഓരോന്നൊക്കെ നടക്കുന്നത്. ഇന്നേ വരെ ഈ കുടുംബത്തിൽ ഇങ്ങനെ ഒരു അശുഭ സംഭവം അരങ്ങേറിയിട്ടേ ഇല്ല, പക്ഷെ ഇന്ന് അതും സംഭവിച്ചിരിക്കുന്നു. ഒക്കെ ഇവളുടെ രാശിയാ. പലചരക്കുകാരൻ്റെ മകളല്ലേ, ഇത്രയ്ക്കൊക്കെ രാശിയേ ഉണ്ടാകുള്ളൂ എന്ന് പറയാം. അത് കേൾക്കുന്ന ഇന്ദ്രമ്മ പറയും, നീ എന്ത് തോന്നിവാസമാടാ പറയുന്നത്? എൻ്റെ കൊച്ചുമോളെ പറ്റി ഇങ്ങനെയൊക്കെ പറയാൻ നിനക്ക് എങ്ങനെ തോന്നുന്നു? അലോകെ, നിന്റെ ഭാര്യ അനുശ്രീ, അവളെ പറ്റി നിന്റെ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത് നീ കേട്ട് നിൽക്കുവാണോ എന്ന് ചോദിക്കാം. അത് കേൾക്കുമ്പോഴത്തേക്കും അനന്തനും പറയും, അച്യുത, വായിൽ തോന്നിയതൊന്നും വിളിച്ചു പറയരുത്. ആ കുട്ടി എന്ത് തെറ്റ് ചെയ്തിട്ടാ നീ അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? നമ്മളെ ആരോ മനഃപൂർവ്വം ഒറ്റിക്കൊടുത്തത് തന്നെയാ. നമ്മളെപ്പറ്റി ശരിക്കും അറിയാവുന്ന ആരോ അറിഞ്ഞൊന്ന് കളിച്ചതാ. അതാരാണെന്ന് നമുക്ക് കണ്ടെത്താം എന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് അനന്തൻ അകത്തേക്ക് കയറിപ്പോയി പല ഓഫീസർമാരെയും മന്ത്രിയെയും ഒക്കെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം അച്യുതൻ വന്ന് അലോകിൻ്റെ അടുത്തേക്ക് ചെല്ല. എടാ, ഇനി ഈ അനുശ്രീ വല്ലതും ആണോ നമ്മളെ ഒറ്റിക്കൊടുത്തത്? അല്ല, ഇവക്ക് നമ്മളോട് ചെറിയ വൈരാഗ്യമൊക്കെ കാണാതിരിക്കില്ലല്ലോ. ഇവളുടെ ഏടത്തീനെയും അച്ഛനെയും ഏട്ടന്മാരെയൊക്കെ നമ്മൾ കുറേ ദ്രോഹിച്ചിട്ടുള്ളതല്ലേ. നീ ഇവളോട് നമ്മളുടെ ബിസിനസ്സിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോടാ എന്ന് ചോദിക്കാം. ഇല്ലച്ചാ, അനുശ്രീക്ക് നമ്മുടെ ഒരു ബിസിനസ്സിനെ പറ്റിയും ഒരു കാര്യം അറിയത്തില്ല. പിന്നെ അവളെങ്ങനെ ഒറ്റിക്കൊടുക്കാനാ? ഇവിടെ ഇത്രയധികം ക്യാഷ് സൂക്ഷിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം പോലും അവൾക്കറിയില്ല. ഈ വക കാര്യങ്ങളൊക്കെ അവളോട് ഞാൻ പറയുമെന്ന് അച്ഛൻ വിചാരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാം. പിന്നെ ഇത് ആരാണേലും നമ്മളെപ്പറ്റി ശരിക്കും അറിയാവുന്ന ആരോ തന്നെയാണ് നമ്മളെ ഒറ്റി കൊടുത്തിരിക്കുന്നത്. അതാരാണെന്ന് കണ്ടെത്തണം. ഈ റെയ്ഡ് കൊണ്ടൊന്നും കൃഷ്ണമംഗലത്തുകാർ തകരാൻ പോകുന്നില്ലെന്ന് എല്ലാവർക്കും ഒന്ന് ബോധ്യപ്പെടുത്തണം. ഏട്ടനിപ്പം മന്ത്രിയായിരിക്കും വിളിക്കുന്നത്. ഇപ്പം തന്നെ ഇതിനൊരു പരിഹാരം കാണുകയും ചെയ്യും എന്നും പറഞ്ഞ് ആശ്വാസത്തോടെ അച്യുതൻ അവിടെ ഇരിക്കുകയാണ് കേട്ടോ. ഇതേ സമയം അലോകനും ചെറിയൊരു സംശയം തോന്നുക, ഇനി അനുശ്രീ വല്ലതും ആണോ എന്ന്. അതുകൊണ്ട് തന്നെ റൂമിലേക്ക് കയറി ചെല്ലാണ് കേട്ടോ. അപ്പോൾ അനുശ്രീ അവിടെ സന്തോഷത്തോടെ ഇരിക്കുന്ന കാണുമ്പം പറയും, നീ കൂടുതലൊന്നും സന്തോഷിക്കണ്ടടി, എൻ്റെ കുടുംബത്തിലൊരു അനർത്ഥമുണ്ടായതിൻ്റെ സന്തോഷമാണ് നിൻ്റെ മുഖത്തുള്ളതെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. നീ അധികം സമാധാനിക്കേണ്ട. ഇവിടുന്ന് കാശും ഫയലുകളും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് അതേപടി തിരിച്ചു കൊണ്ടുവരാനും എൻ്റെ അച്ഛനും വെല്ലിച്ചനും നന്നായിട്ട് അറിയാം എന്ന് പറയാൻ കേട്ടോ. നീ വല്ലതും ആണോ ഞങ്ങളുടെ കുടുംബത്തെ ഒറ്റിക്കൊടുത്തത് എന്ന് പറയാം. ഇത്രയധികം കാശുകൾ നിങ്ങളിവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിലേ ഞാൻ 7 പണ്ടേ ഇൻകം ടാക്സ് ഓഫീസേഴ്സിനെ വിളിച്ച് ഇക്കാര്യം പറഞ്ഞിരുന്നേ. പക്ഷേ എനിക്ക് ആ അവസരം കിട്ടിയില്ലല്ലോ. ആരാണേലും നിങ്ങളെ ഒറ്റിക്കൊടുത്തവർ ചെയ്തതേ മഹാപുണ്യപ്രവൃത്തി തന്നെയാണ്. അവർക്കതിൻ്റെ പുണ്യം കിട്ടുകയും ചെയ്യും. ഈ പ്രവൃത്തിയിലെ പുണ്യം എനിക്കെന്തായാലും കിട്ടാൻ പോകുന്നില്ലല്ലോ എന്ന് അനുശ്രീ പറയാൻ കേട്ടോ. അനുശ്രീ അങ്ങനെ പറയുമ്പോഴത്തേക്കും അലോകന് നല്ല ദേഷ്യം വരിക. നീ എന്താടി പറയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അനുശ്രീ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അലോകിൻ്റെ ഉപദ്രവമൊക്കെ അനുശ്രീക്ക് പുല്ല് പോലെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അനു തിരിച്ച് നല്ല തല
അലോകിന് കൊടുക്കുന്നുണ്ട്. ദേ അലോകെ, നിന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ദേഹത്ത് ആവശ്യമില്ലാത്ത കൈ വെച്ചാ നിന്റെ ശരീരം തന്നെ വേദനിക്കൂന്ന്. അപ്പം അലോകിൻ്റെ കഴുത്തിന് കുത്തിപ്പിടിക്കാൻ കേട്ടോ അനുശ്രീ. അവൻ അമ്മയെ എന്നും വിളിച്ചുകൊണ്ട് അലറുവാണേ. പെട്ടെന്ന് എല്ലാവരും ശബ്ദം കേട്ടുകൊണ്ട് വരിക. എന്താ ഇവിടെ, നിങ്ങളുടെ റൂമിൽ നിന്ന് എപ്പോഴും ഈ കാർച്ചയും ബഹളവും ആണല്ലോ എന്ന് രാജശ്രീ പറയണം. അമ്മ ഇവളുണ്ടല്ലോ, ഇവളെന്നും പറഞ്ഞ് കാര്യം പറയാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ അനുശ്രീയാണെ കരഞ്ഞുകൊണ്ട് നിൽക്കും. എന്താ മോളെ, എന്താ ഉണ്ടായത് എന്ന് ഇന്ദിരാമ്മ ചോദിക്കുക. മുത്തശ്ശി, ഈ അലോക് എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു, ഞാൻ കാരണമാ ഇവിടെ റെയ്ഡ് ഉണ്ടായതെന്നൊക്കെ ഇവൻ പറയുന്നത്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ തന്നെ ഇവിടുത്തെ സാമ്പത്തിക ഇടപാടുകളൊക്കെ ഞാൻ എങ്ങനെ അറിയാനാ എന്നും പറഞ്ഞ് കരയുക. അത് കാണുന്ന അലോക് ഞെട്ടിത്തെറിച്ച് നിൽക്കുക. ഞാൻ ഇവളെ ഉപദ്രവിച്ചെന്നോ? ഇവളല്ലേ എന്നെ ഇപ്പൊ കൊല്ലാൻ നോക്കിയത്? ദേ അലോകെ, ഞാൻ 100 തവണ പറഞ്ഞിട്ടുണ്ട് കൊച്ചിനോട് വെറുതെ ദേഷ്യപ്പെടരുതെന്ന്. അതുമല്ല, നിന്റെ അച്ഛൻ പറഞ്ഞതുപോലെ കേട്ടിട്ട് നീയും സ്വന്തം ഭാര്യയെ വേദനിപ്പിക്കാൻ നോക്കുവാണോ എന്ന് ചോദിക്കാം. അപ്പൊ അനന്തനും അങ്ങോട്ട് വരിക. എന്താ മോളെ, എന്താ കാര്യം എന്ന് ചോദിക്കാം. ഇത് കണ്ടോ, എന്നെ ഇവനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്ന് പറയണേ. എന്നിട്ട് കഴുത്തൊക്കെ തിരുമ്മി കാണിക്കാം. അപ്പം എല്ലാവരും അലോകിനെ വഴക്ക് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പം അച്യുതൻ ചോദിക്കും, നിനക്കിതിൻ്റെ വല്ല ആവശ്യം ഉണ്ടോടാ എന്ന് ചോദിക്കാം. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛാ, അവളെ നമ്മൾ കാണുന്ന പോലൊന്നും അല്ല, കാഞ്ഞ വിത്ത അത് എന്ന് പറയാം. എന്താണേലും നീ തന്നെ അനുഭവിച്ചോ എന്ന് പറഞ്ഞിട്ട് അച്യുതനും അവിടെ നിന്ന് പോവാണേ. എന്തായാലും അലോക് തനിക്ക് കിട്ടിയ പണി ഓർത്ത് അവിടെ തലയ്ക്ക് കൈയും കൊടുത്തിരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്.